Hello children, welcome to Kids Area Online. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ EVS നിന്നും മുൻപ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോളട്ടെ. ക്രിസ്മസ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് സിലബസിൻ്റെ 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ് ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ക്രിസ്മസ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലൈവ് ക്ലാസ്സസ് ആയിട്ടും റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ടും ക്ലാസ്സസ് അവൈലബിൾ ആണ്. സൂം ക്ലാസ്സിൽ വരുന്ന സൂം പ്ലാറ്റ്ഫോമിലാണ് ലൈവ് ക്ലാസ് വരിക. 1ാം ക്ലാസ്സിന് എല്ലാ ദിവസവും വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ, 2ാം ക്ലാസ്സിന് 6 മണി മുതൽ 7 മണി വരെ, 3ാം ക്ലാസ്സിന് 7 മണി മുതൽ 8 മണി വരെ, 4ാം ക്ലാസ്സിന് 8 മണി മുതൽ 9 മണി വരെ. ഇങ്ങനെയാണ് ലൈവ് ക്ലാസ് നടക്കുന്നത്. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിന് പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർക്കായിട്ട് റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. എന്താണോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ് ആയാലും റെക്കോർഡഡ് ക്ലാസ് ആയാലും ഫീ വരുന്നത് 400 ആണ്. 400 ആണ് ഫീ വരിക. അപ്പോൾ ഇന്നു മുതൽ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എക്സാം കഴിയുന്നത് വരെ ക്ലാസ്സസ് ഉണ്ടാകും. നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത്, നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. അതുവരെയുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നതുമാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യുവാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതിയാകും. നിങ്ങളുടെ കുട്ടിയുടെ പേര്, ഏത് ക്ലാസ്സാണ് വേണ്ടത്, ലൈവ് ക്ലാസ് ആണോ റെക്കോർഡഡ് ആണോ വേണ്ടത് എന്നുകൂടി അയക്കണം. വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്. 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വസ്തുക്കൾ പലതരം, വെറൈറ്റീസ് ഓഫ് ഒബ്ജക്ട്സ്. ക്ലാസ് റൂം പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അനു കണ്ടെത്തിയ വസ്തുക്കളുടെ പേരുകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ക്ലാസ് റൂമിൽ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അനു കുറച്ച് വസ്തുക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവയുടെ പേരിവിടെ നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം ഒരേ അവസ്ഥയിൽ പെട്ടതാണോ? ഇതെല്ലാം ഒരേ അവസ്ഥ എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്റ്റേറ്റ്, അവസ്ഥയിൽ പെട്ടതാണോ? അവയുടെ അടിസ്ഥാനത്തിൽ ഇവയെ തരംതിരിക്കൂ. അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇവയെ തരംതിരിക്കണം. അവസ്ഥ എന്ന് പറഞ്ഞാൽ അവ ഖരമാണോ, ദ്രാവകമാണോ, വാതകമാണോ, അതാണ് അവസ്ഥ. നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഇവയുടെ അടിസ്ഥാനത്തിൽ ഇവ എന്ത് ചെയ്യണം? തരംതിരിക്കണം. The following are the names of objects collected by Anu as part of the classroom activity. ക്ലാസ് റൂം ആക്ടിവിറ്റിയുടെ ഭാഗമായി അനു കുറച്ച് ഒബ്ജക്റ്റ് കളക്ട് ചെയ്തു. ആർ ദി ഓഫ് ദ സെയിം സ്റ്റേറ്റ് ഓഫ് മാറ്റർ? സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്താണ്? സെയിം ആണോ? ക്ലാസിഫൈ ദം ബേസ്ഡ് ഓൺ ദെയർ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. സ്റ്റേറ്റ് ഓഫ് മാറ്റർ അവസ്ഥ അനുസരിച്ച് അതിനെ തരംതിരിക്കാം. എന്തൊക്കെയാണ്? ബ്രിക്ക്, ഇഷ്ടിക, വാട്ടർ, ജലം, വേപ്പർ, നീരാവി, കെറോസിൻ, മണ്ണെണ്ണ, പെൻസിൽ ഇവിടെ ഇല്ല, പെൻസിൽ, എയർ, വായു, ബാർ ഓഫ് സോപ്പ് കട്ട, പീസ് ഓഫ് വുഡ്, തടിക്കഷ്ണം, ഹണി, തേൻ, ഹൈഡ്രജൻ. ഇവയാണ് അനു കൊണ്ടുവന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? തേൻ, വായു, ഇഷ്ടിക, ഹൈഡ്രജൻ, തടിക്കഷ്ണം, സോപ്പ് കട്ട, മണ്ണെണ്ണ, ജലം, നീരാവി. ബ്രിക്ക്, വാട്ടർ, വേപ്പർ, കെറോസിൻ, പെൻസിൽ, എയർ, ബാർ ഓഫ് സോപ്പ്, പീസ് ഓഫ് വുഡ്, ഹണി, ഹൈഡ്രജൻ. ഇവിടെ മാറ്റർ അനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മൾ തരംതിരിക്കണം. എങ്ങനെയാണ് തരംതിരിക്കുക? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡ് എന്ന് പറഞ്ഞാൽ ഖരം, ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ദ്രാവകം, ഗ്യാസ് എന്ന് പറഞ്ഞാൽ വാതകം. അതായത് സോളിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ നല്ല
എന്താ പറയുക, കല്ല് പോലെ ഇരിക്കുന്നത്, കല്ല് പോലെ, അതാണ് ഖരം. നമ്മളെ കൊണ്ട് കൈ കൊണ്ട് എടുത്തു മാറ്റാൻ കഴിയും. ഓക്കെ, കൈകൊണ്ട് പിടിച്ചെടുക്കാൻ കഴിയുന്നതാണ് സോളിഡ്. കൈകൊണ്ട് പിടിച്ചെടുക്കാൻ കഴിയുന്നതാണ് സോളിഡ്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ദ്രാവകം, അതായത് വെള്ളം പോലെ ഇരിക്കും, നമുക്ക് കോരിയെടുക്കാൻ കഴിയുന്നതാണ് ലിക്വിഡ്, ദ്രാവകം. ഗ്യാസ് എന്ന് പറഞ്ഞാൽ വാതകമാണ്. അത് നമുക്ക് കാണാൻ കഴിയില്ല, അത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഓക്കെ, നോക്കിയാലോ. അപ്പോൾ സോളിഡ് ഖരത്തിൽ എന്തൊക്കെ വരും? ബ്രിക്ക്, ഇഷ്ടിക. ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടിക, നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റും അല്ലേ, പിടിച്ചെടുക്കാൻ കഴിയും. ബ്രിക്ക്, ഇഷ്ടിക. ബാർ ഓഫ് സോപ്പ് കട്ട, നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ കഴിയും, പിടിച്ചെടുക്കാൻ പറ്റും. പിടിച്ചെടുക്കാൻ പറ്റുന്നത് സോളിഡ്, ഖരമാണ്. പീസ് ഓഫ് വുഡ്, തടിക്കഷ്ണം, നമുക്ക് കൈകൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ സോളിഡ് നമുക്ക് തന്നിട്ടുള്ളതിൽ സോളിഡ് ഖരത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? ബ്രിക്ക്, ഇഷ്ടിക. ബാർ ഓഫ് സോപ്പ് കട്ട. പീസ് ഓഫ് വുഡ്, തടിക്കഷ്ണം. ഇനി ലിക്വിഡ്, ദ്രാവകം, വെള്ളം പോലെ നമുക്ക് കോരിയെടുക്കാൻ കഴിയുന്നത്. ഹണി നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിൽ ഒഴിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കോരിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ലിക്വിഡ്, ദ്രാവകം, വെള്ളം പോലെ ഇരിക്കാം. ഹണി, തേൻ. കെറോസിൻ, മണ്ണെണ്ണ. വാട്ടർ, ജലം. ഏതൊക്കെയാണ്? ഹണി, തേൻ, കെറോസിൻ, മണ്ണെണ്ണ, വാട്ടർ, ജലം. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിച്ചു മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് കോരിയെടുക്കാം, അല്ലെങ്കിൽ മറ്റൊന്നെങ്കിലും വെച്ച് കോരിയെടുക്കാം. അതാണ് ലിക്വിഡ്, ദ്രാവകം. അതിനെന്താ പറയുക? ലിക്വിഡ്, ദ്രാവകം. ഇനി ഗ്യാസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയത്തില്ല, നമുക്ക് അനുഭവിച്ചറിയാനേ പറ്റൂ. ഓക്കെ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഹൈഡ്രജൻ ഗ്യാസാണ്. എയർ എന്ന് പറഞ്ഞാൽ വായു, നമുക്ക് മണത്തിലൂടെ അറിയാം. നമ്മുടെ സ്കിന്നിൽ, നമ്മുടെ ദേഹത്ത് അനുഭവിച്ചറിയാം. എന്താണ്? ചൂടായിട്ടോ തണുപ്പായിട്ടോ മണത്തിലൂടെയൊക്കെ അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് ഗ്യാസ്. ഹൈഡ്രജൻ എങ്ങനെയാ? ഗ്യാസാണ്, വാതകമാണ്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ വാതകം. ഹൈഡ്രജൻ ഗ്യാസാണ്. എയർ നമ്മൾ ശ്വസിക്കുകയാണ്, നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ടോ? നമ്മൾ ബലൂണിൽ വായു നിറച്ചു, എന്നിട്ട് ബലൂണിൽ എന്ത് ചെയ്തു? നമ്മൾ അത് അഴിച്ചു കഴിഞ്ഞാൽ ആ എയറിൻ്റെ ശബ്ദം നമ്മുടെ കയ്യിൽ ഇങ്ങനെ നമുക്ക് വന്ന് അനുഭവിച്ചറിയാൻ പറ്റും അല്ലേ? അടിക്കുന്ന ആ ഒരു എയർ വന്ന് നമ്മുടെ കയ്യിൽ തട്ടുന്നത് അനുഭവിച്ചറിയാൻ കഴിയും. എയർ, വായു. വേപ്പർ എന്ന് പറഞ്ഞാൽ നീരാവി, വെള്ളം നീരാവിയായി പോകുന്നത്. ചൂടുള്ള വെള്ളത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ചൂട് അനുഭവിച്ചറിയാൻ പറ്റും വേപ്പറിൻ്റെ. ഓക്കെ. അപ്പോൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ? വാതകമാണ്. ഹൈഡ്രജൻ, എയർ, വേപ്പർ. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് മാറ്റർ അവസ്ഥകൾ ഏതൊക്കെയാണ്? സോളിഡ്, ഖരം, ലിക്വിഡ്, ദ്രാവകം, ഗ്യാസ്, വാതകം. അതിനെ എങ്ങനെയാണ് തരംതിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ? തരംതിരിച്ച് എഴുതാനായിട്ട് അറിയാമല്ലോ? ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ നിറയെ ക്വസ്റ്റ്യൻസ് ഓരോ ദിവസവും കിഡ്സേരിയ ഓൺലൈൻ്റെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്. 9746487799. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു.